ഇന്ത്യൻ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ച ദിവസമായിരുന്നു ഇന്നലെ. ഈ അത്ഭുതം സംഭവിച്ചത് മറ്റെവിടെയുമല്ല, അങ്ങ് തമിഴ്നാട്ടിൽ. അവിടെ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയ തേരോട്ടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ, ഒരു ജനറേഷന് മുഴുവൻ താരാരാധനയും പിടിച്ചു പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ 1.5 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിൽ ചുവട് വെക്കുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നു. തമിഴ് വെട്രിക്കഴകം അഥവാ TVK എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുന്നു. അതിന് പിന്നാലെ തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പുള്ളിക്കാരൻ അനൗൺസ് ചെയ്യുന്നു. അപ്പോഴുള്ള വിജയിന്റെ പ്രായം വെറും 51 വയസ്സ് മാത്രമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എത്രയാണ്? വെറും 51 വയസ്സ്. ഒരു 51ാമത്തെ വയസ്സിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമാ കരിയർ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അതും തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത്. ശരിക്കും പറഞ്ഞാൽ വിജയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ ഉള്ളത് പോലെയൊക്കെ തന്നെ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വിജയ്ക്ക് വരില്ലായിരുന്നു. ഇപ്പോൾ ആ ഫാൻ ബേസും വെച്ച് സിനിമ വെച്ച് നല്ലോണം പൈസ ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ വിജയിന്റെ മനസ്സിലുള്ള കണക്ക് കൂട്ടലുകൾ മറ്റൊന്നായിരുന്നു. അങ്ങനെ വെറും ഒരു സിനിമാ നടനായി മാത്രം അറിയപ്പെടാൻ വിജയ് ആഗ്രഹിച്ചിരുന്നില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് തന്നെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറണമെന്നായിരുന്നു വിജയിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പോലും വിജയിന്റെ കണ്ണ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായി വിജയ് ചെയ്തത് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തന്റെ ഫാൻസ് അസോസിയേഷനുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് 2009 ഒരു ചാരിറ്റി അങ്ങ് രൂപീകരിച്ചു. വിജയ് മക്കൾ യുഗം എന്നായിരുന്നു ആ ചാരിറ്റിയുടെ പേര്. നമുക്കറിയാം തമിഴ്നാട് മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒന്നായിരുന്നു വിജയ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെ? തമിഴ്നാട്ടിലെ മുക്കിലും മൂലയിലും വിജയ് ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ട്. അവരെല്ലാം കൂട്ടിപ്പിടിച്ചാണ് ഇങ്ങനെ ഒരു ചാരിറ്റി വിജയ് രൂപീകരിച്ചത്. തമിഴ്നാട്ടിൽ മാത്രമായി ഈ ചാരിറ്റിയുടെ 1000ഓളം യൂണിറ്റുകൾ രൂപീകരിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ചാരിറ്റിയുടെ കീഴിൽ വിജയ് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, ഒരുപാട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു, ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ വിജയ് മക്കൾ യുഗത്തിന്റെ കീഴിൽ വിജയ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഇതോടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സിനിമാ പ്രവർത്തകനിൽ നിന്നും ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന നിലയിലേക്കും ഈ പറഞ്ഞ വിജയ് അറിയപ്പെടാൻ തുടങ്ങി. ഇതോടെ തമിഴ്നാട്ടിലെ മക്കൾക്ക് വിജയ് എന്ന വ്യക്തിയോടുള്ള താരാരാധന കൂടി വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു സിനിമ സൂപ്പർ സ്റ്റാർ എന്നതിലുപരി ഇദ്ദേഹം നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും വെറും കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല കേട്ടോ വിജയ് മക്കൾ യുഗത്തിലെ പ്രവർത്തനങ്ങൾ. ഇവർ പതിയെ അവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങളിലും ഇടപെടാൻ തുടങ്ങി. അവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങി. അതിനെല്ലാം പരിഹാരം നേടിക്കൊടുക്കാനും തുടങ്ങി. അങ്ങനെ പതിയെ വിജയ് മക്കൾ യുഗം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഹെവി പോപ്പുലർ ആയി തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ 11 വർഷത്തോളം തുടർന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുന്നതിന്റെ അടുക്കാണ് 2021 തമിഴ്നാട്ടിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നത്. അതോടെ വിജയ് ചിന്തിക്കുകയാണ്, എന്തായാലും ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെയായി ജനങ്ങൾക്കിടയിൽ തനിക്ക് നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട്, തന്റെ ഫാൻസിനും നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട്. സോ എന്തുകൊണ്ട് തന്റെ വിജയ് മക്കൾ യുഗത്തിലെ കുറച്ച് ആളുകളെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിപ്പിച്ചുകൂടാ എന്ന് വിജയ് ചിന്തിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി 2021 ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറച്ച് ആളുകളെ വിജയ് മത്സരിപ്പിച്ചു. അത് ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കൽ മാത്രമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രചരണങ്ങളോ ഫ്ലെക്സ് അടിക്കലോ ഒന്നും ഇവർ നടത്തിയില്ല. ജസ്റ്റ് അങ്ങ് മത്സരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അത്ഭുതം എന്നോണം മത്സരിപ്പിച്ച കുറച്ച് പേർക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിൽ സീറ്റ് കിട്ടി. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവർ പ്രത്യേകിച്ച് പ്രചരണങ്ങൾ പോലും നടത്തിയിട്ടില്ല, മര്യാദയ്ക്ക് ഫ്ലെക്സ് പോലും അടിച്ചിട്ടില്ല. എന്നിട്ട് പോലും കുറച്ച് പേർക്ക് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്, അല്ലെ? അതോടെ വിജയ്ക്ക് മനസ്സിലായി ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ആളുകൾ തന്നെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് വിജയ് തുടങ്ങുകയായിരുന്നു. അതെ, ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. ഇതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള ഒന്നായിരുന്നു. മുന്നോട്ട് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഒരു സിനിമാ പ്രവർത്തകനായും ചാരിറ്റി പ്രവർത്തകനായും അറിയപ്പെട്ട ഒരാളിൽ നിന്നും പെട്ടെന്നൊരു രാഷ്ട്രീയക്കാരനിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. സോ അത് മുൻകൂട്ടി കണ്ട് വിജയ് ചില പദ്ധതികൾ രൂപീകരിക്കാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് സിനിമക്കുള്ളിലെ ചില പദ്ധതികളായിരുന്നു. താൻ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വിജയ് സ്ഥിരമായ ഒരു പാറ്റേൺ പിടിക്കാൻ തുടങ്ങി. ഒരു നാടിന്റെ രക്ഷകൻ, ഒരു ഗ്രാമത്തിന്റെ രക്ഷകൻ, ഒരു രാജ്യത്തിന്റെ രക്ഷകൻ, ഈ രീതിയിലുള്ള സിനിമകൾ മാത്രം വിജയ് ചെയ്യാൻ തുടങ്ങി. തന്റെ അടുത്ത് വ്യത്യസ്ത കഥകളുമായി വരുന്ന സംവിധായകരുടെ സിനിമകളിൽ പോലും പുള്ളിക്കാരൻ കൈകടത്താൻ തുടങ്ങി. തിരക്കഥകളിൽ കൈകടത്താൻ തുടങ്ങി. തന്റെ അടുത്ത് വരുന്ന എല്ലാ സിനിമകളുടെയും കഥകൾ രക്ഷകൻ റോളുള്ള കഥകളാക്കി മാറ്റി. ഇതിനെല്ലാം പിന്നിൽ ഒരു വ്യക്തമായ ഉദ്ദേശം വിജയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം വിജയ്ക്ക് അറിയാം തമിഴ് സിനിമ ഇൻഡസ്ട്രിയും പൊളിറ്റിക്സും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്നുള്ളത്. അത് തമിഴ്നാട്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയാതെ വയ്യ. മുമ്പ് NTRനെ പോലുള്ളവർ, വിജയകാന്തിനെ പോലുള്ളവർ അത് തെളിയിച്ച് കാണിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തനിക്ക് പൊളിറ്റിക്സിലും ഒരുപാട് മുന്നേറാൻ പറ്റുമെന്നും വിജയ് മുൻകൂട്ടി കണ്ടു. അതിന്റെ ഭാഗമായി വിജയ് ആദ്യം ചെയ്ത പരിപാടിയായിരുന്നു രക്ഷകൻ റോളിലുള്ള സിനിമകൾ മാത്രം അങ്ങ് ചെയ്യുക എന്നുള്ളത്. അതോടെ തമിഴ് സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു രക്ഷകൻ സ്ഥാനം വിജയ്ക്ക് വന്നു എന്നുള്ളതാണ്. കാരണം ഇവർ സിനിമയിൽ വിജയെ കാണുന്നത് മുഴുവനും രക്ഷകൻ റോളിലാണല്ലോ. ഇതെല്ലാം വിജയ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ പദ്ധതികളായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് 2024 TVK അഥവാ തമിഴ് വെട്രിക്കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടി
വിജയ് രൂപീകരിക്കുന്നത്. ഇന്ന് ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടു വെറും 1.5 വർഷത്തിന് ശേഷം 2026 ആ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലേറി എന്നുള്ളതാണ്. പക്ഷേ 2024 ഈ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അത്ര എളുപ്പമായിരുന്നില്ല വിജയ്ക്ക് കാര്യങ്ങൾ. പിന്നീട് അങ്ങോട്ട് വിജയ്ക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2025 ഈ പറഞ്ഞ ടിവിക്ക് ഒരു പൊളിറ്റിക്കൽ റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? കരൂർ വെച്ചിട്ട്. അന്ന് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് 40ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് വൻ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ടിവിക്ക് കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയായിരുന്നു അല്ലേ? അന്ന് അവിടെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് വിജയ് ചെയ്ത പരിപാടി എന്താണ്? നൈസായിട്ട് അങ്ങോട്ട് സ്കൂട്ടായി. ഇത് വിജയ്ക്ക് വൻ തിരിച്ചടിയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാത്രവുമല്ല മറ്റുള്ള പാർട്ടിക്കാർ ഇത് വൻ പ്രശ്നമാക്കി മാറ്റുകയും ചെയ്തു. അവിടെയാണ് ടിവിക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. 2009 ഇത് തമിഴ് മക്കൾ യുഗം എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി സൊസൈറ്റി മാത്രമായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവരെന്ത് ചെയ്താലും ഇതിനെ എതിർക്കാനോ വിവാദമാക്കാനോ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2024 ഇത് ടിവിക്ക് എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി രൂപാന്തരപ്പെട്ടപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇവരെ താഴ്ത്തി കെട്ടാനും അപ്പുറത്ത് കുറെ പാർട്ടിക്കാരുണ്ടായി എന്നുള്ളതാണ്. അത് പിന്നെ സ്വാഭാവികം, രാഷ്ട്രീയമല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 2024 ടിവിക്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികളായിട്ടുള്ള DMK ആണെങ്കിലും ADMK ആണെങ്കിലും ഒരുപാട് പണികൾ ടിവിക്ക് ഇട്ട് കൊടുക്കാൻ നോക്കി എന്നുള്ളതാണ്, വിജയ്ക്ക് ഇട്ട് കൊടുക്കാൻ നോക്കി എന്നുള്ളതാണ്. അത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമായിരുന്നു അല്ലേ? ഈ 2024 ടിവിക്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വിജയ് എന്ത് ചെയ്താലും അത് വിവാദമായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് വിവാദമാക്കി മാറ്റിയിരുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളൊരു പാർട്ടി രൂപീകരിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ നമ്മൾ എന്ത് ചെയ്താലും അത് വിവാദമാക്കി മാറ്റും. അതിവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. LDF എന്ത് ചെയ്താലും UDF വിവാദമാക്കി മാറ്റും. BJP അങ്ങനെ തന്നെ. അതുപോലെ തന്നെയാണ് BJP എന്ത് ചെയ്താലും LDF UDF ഇവിടെ വിവാദമാക്കി മാറ്റും. UDF അങ്ങനെയൊക്കെ തന്നെ. ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ അതിനെല്ലാം ഒരു പരിധി വരെ പുട്ടുപോലെ ടിവിക്ക് മറികടന്നു എന്നുള്ളതാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് വിജയുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. വിജയിന്റെ ഭാര്യ വിജയ്ക്കെതിരെ ഡിവോഴ്സുമായി മുന്നോട്ട് വരുന്നു. അതിന് കാരണമായി വിജയിന്റെ ഭാര്യ പറഞ്ഞ എന്താണ്? വിജയ്ക്ക് തൃശയുമായിട്ട് അവിഹിത ബന്ധമുണ്ട് പോലും. ഇത് വൻ വിവാദമായി മാറുകയും വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ ഫേസിനെ തന്നെ തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടെ ഞാൻ അടക്കമുള്ള പലരും കരുതിയിരുന്നത് വിജയ്ക്ക് മിക്കവാറും മുഖ്യമന്ത്രി കസേര കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ മനുഷ്യനെ എക്സ്പോസ്ഡ് ആയല്ലോ. അത് ഞാൻ മുമ്പുള്ള എന്റെ ഒരു വീഡിയോയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിവാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 2026 തമിഴ്നാട് ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷം തന്നെ ടിവിക്ക് നേടിയെടുത്തു എന്നുള്ളതാണ്. ആകെയുള്ള 234 സീറ്റുകളിൽ നിന്നും 108 സീറ്റുകളാണ് ടിവിക്ക് പിടിച്ചെടുത്തത്. എത്രയാണ്? 108 സീറ്റുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചുമ്മാ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നേടിയെടുത്ത വിജയമല്ല വിജയിയുടേത് എന്നുള്ളതാണ്. 2009 തൊട്ട് കഴിഞ്ഞ 17 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇപ്പൊ 2026 കണ്ടത്. കഴിഞ്ഞ 17 വർഷമായി വിജയ് എന്തിനു വേണ്ടി പ്രയത്നിച്ചോ അതിന്റെ ഫലം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും 2026 തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് താൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാണെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ന്യൂസ് ഏരിയയിൽ നല്ല റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. തമിഴ്നാട് ടിവിക്ക് മാനിഫെസ്റ്റോ പ്രോമിസസ്, വാഗ്ദാനങ്ങൾ ഇവയാണ്. ഒന്നാമത്തത്, അൺഎംപ്ലോയിഡ് ഗ്രാജുവേറ്റ്സിന് മാസം 4000 രൂപ കിട്ടും എന്നുള്ളതാണ്. അതായത് തൊഴിലില്ലാത്ത ഗ്രാജുവേറ്റുകൾക്ക് മാസം 4000 രൂപ വെച്ച് നൽകുമെന്നുള്ളതാണ് ടിവിക്കയുടെ ആദ്യത്തെ പ്രഖ്യാപനം. രണ്ടാമത്തെ പ്രഖ്യാപനം, വുമൻ ഫാമിലി ഹെഡ്സ് ബിലോ 60 years വിൽ ഗെറ്റ് 2500 rupees per month. ഓക്കെ, 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങൾക്ക് മാസം 2500 രൂപ കിട്ടും എന്നുള്ളതാണ്. 3, എവറി ഫാമിലി വിൽ റിസീവ് 6 ഫ്രീ LPG സിലിണ്ടേഴ്സ് പെർ ഇയർ. ഒരു വർഷം ഒരു കുടുംബത്തിന് അതിന് വേറെ BPL APL ഒന്നുമില്ല, ഒരു കുടുംബത്തിന് 6 LPG സിലിണ്ടർ വെച്ച് നൽകുമെന്നുള്ളതാണ് പ്രഖ്യാപനം. 6 LPG സിലിണ്ടർ. 4, എവറി ബ്രൈഡ് വിൽ ഗെറ്റ് 1 sovereign of a gold and silk സാരി എന്നുള്ളത് പറയുന്നുണ്ട്. സ്വർണവും, ഒരു പവൻ സ്വർണവും ഒരു പട്ട് സാരിയും എല്ലാ ബ്രൈഡിനും, എല്ലാ കല്യാണ പെണ്ണിനും കൊടുക്കുമെന്നുള്ളതാണ് നാലാമത്തെ വാഗ്ദാനം. 5, ഫ്രീ റെസിഡൻഷ്യൽ സ്കൂൾസ് വിൽ ബി സെറ്റപ്പ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതെനിക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് തോന്നി. നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഫ്രീ സ്കൂളുകൾ, റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കും എന്നുള്ളതാണ് ടിവിക്കയുടെ 5ാമത്തെ പോയിന്റ്. 6, സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ് എഡ്യൂക്കേഷൻ ലോൺ അപ് ടു 20 lakh rupees വിതൗട്ട് കൊളാട്രൽ. 20 ലക്ഷം രൂപ വരെ ഒരു കൊളാട്രലും ഇല്ലാതെ കിട്ടും എന്നുള്ളതാണ് 6ാമത്തെ വാഗ്ദാനം. 7, പ്ലാൻസ് ടു മേക്ക് തമിഴ്നാട് ഡ്രഗ് ഫ്രീ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഈ തമിഴ്നാട് ഡ്രഗ് ഫ്രീ എന്ന് പറയുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭയങ്കരമായ ഡ്രഗ്സ് ഉണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, പെരമ്പൂരിൽ നിങ്ങൾ രാവിലെ 9 മണിക്ക് പോകണം. പെരമ്പൂരിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് 2 സൈഡിലായിട്ട് മദ്യവും കഞ്ചാവും ഒക്കെ വിറ്റ് അല്ലെങ്കിൽ അത് അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കാണാം. ഇത് പെരമ്പൂരിലെ മാത്രം കാര്യമല്ല, തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇതുണ്ട്.
അത് മാറ്റിയെടുത്തേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് പോയിന്റ്. 8, ഈച്ച് ഫാമിലി വിൽ ഗെറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അപ് ടു 25 lakhs rupees. 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് കവറേജ് എല്ലാ കുടുംബങ്ങൾക്കും കിട്ടുമെന്നുള്ളതാണ് 8ാമത്തെ വാഗ്ദാനം. 9, അൺഎംപ്ലോയിഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് 2500 rupees per month. അതായത് നേരത്തെ അൺഎംപ്ലോയിഡ് ഗ്രാജുവേറ്റ്സിന് 4000 രൂപ വെച്ച് കിട്ടും. ഇവിടെ അൺഎംപ്ലോയിഡ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് 2500 രൂപ പ്രതിമാസം വെച്ച് നൽകും. 10, 50 lakh ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ക്രിയേറ്റഡ് ഫോർ യൂത്ത്. 50 ലക്ഷം തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് വേണ്ടി നൽകും എന്നുള്ളതാണ്. 11, സ്മോൾ ഫാമേഴ്സ് ലെസ് ദാൻ 5 acres വിൽ ഗെറ്റ് ഫുൾ ക്രോപ്പ് ലോൺ വേവർ. അതായത് 5 ഏക്കറിന് താഴെയുള്ള കർഷകർക്ക് ഫുൾ, അതായത് അവർക്ക് നെയ്ത് മുഴുവൻ പൈസയും കിട്ടും എന്നുള്ളതാണ്. 12, ഷുഗർ കെയിൻ ഫാമേഴ്സ് വിൽ ഗെറ്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഓഫ് 4500 rupees per ton. കരിമ്പ് കർഷകർക്ക് ഒരു വലിയ വാഗ്ദാനമാണ്. അങ്ങനെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള പ്രോമിസസ് ആണ് വിജയ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നീളുന്നു വിജയന്റെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നിറവേറുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. ഇനി ഞാൻ ഈ തുടക്കം തൊട്ട് ഇതുവരെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല കേട്ടോ വിജയ് തമിഴ്നാട്ടിൽ വിജയിച്ച് കയറിയത്. ഇനി അത് മാത്രമാണ് കാരണമെന്ന് ആരും വിചാരിക്കേണ്ട. മറ്റു പല ഫാക്ടേഴ്സും ഇതിൽ ഇൻവോൾവഡ് ആണ്. അതിൽ പ്രധാനമായും സ്റ്റാലിൻ വിരുദ്ധ വികാരം, അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് തമിഴ്നാട് ഭരിക്കുന്നത് സ്റ്റാലിന്റെ DMK പാർട്ടിയാണ് അല്ലെ. ശരിക്കും പറഞ്ഞാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്റ്റാലിനെ കുറെയൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിലെ ആൾക്കാർക്ക് LDFനെ മടുത്തതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർക്ക് സ്റ്റാലിനെ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെങ്കിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ ADMKക്ക് കുത്തുക എന്നുള്ളതാണ്. ഇവിടെ LDF അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ DMK അല്ലെങ്കിൽ ADMK എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്കാണ് അവിടെ വിജയ് TVKയുമായി അവതരിക്കുന്നത്. അതായത് കറക്റ്റ് സമയത്ത് വിജയ് അവിടെ എൻ്റർ ആയി എന്നുള്ളതാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി അവിടുത്തെ ആളുകൾ സ്റ്റാലിനെ വെറുത്തിരിക്കുകയാണ്. വിജയ്ക്കാണെങ്കിൽ അത്യാവശ്യം പൊതുപ്രവർത്തന രംഗത്ത് ആക്സെപ്റ്റൻസി കിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. ഇതെല്ലാം മുതലാക്കിക്കൊണ്ട് കൃത്യസമയത്ത് വിജയ് എൻ്റർ ആയി എന്നുള്ളതാണ്. ഇതും വിജയുടെ വിജയത്തെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അതിനിടയിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറെ ഫാൻസിന് വോട്ട് വിജയ്ക്ക് കയറി. അത് മറ്റൊരു ഫാക്ടർ തന്നെയാണ്. ഈ തമിഴ്നാട്ടിൽ അണ്ണ എന്ന് പറഞ്ഞ് വിജയ്ക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ, അവര് കുറെ അങ്ങ് കയറി വിജയ്ക്ക് വോട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ. ഈ വിജയിന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ ഗേൾസ് ഉണ്ട്, അവരും വിജയ്ക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനേക്കാളും ഞെട്ടിച്ചത് മറ്റൊന്നുമല്ല, ഈ വിജയിന്റെ ഫാൻസ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ട്. ഇവര് ചെയ്ത കുറച്ച് ഇമോഷണൽ പരിപാടികളുണ്ട്. അതായത് ഇവരുടെ മാതാപിതാക്കളോട് പോയി പറഞ്ഞ് നിങ്ങൾ വിജയ അണ്ണന് വോട്ട് ചെയ്യണം, വിജയ അണ്ണന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല, പട്ടിണി എടുക്കുമെന്ന് ഇവര് മാതാപിതാക്കളോട് അങ്ങ് പോയി പറഞ്ഞു. അങ്ങനെ കുറെ മാതാപിതാക്കൾക്ക് എന്താക്കി, കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിജയ്ക്ക് വോട്ട് ചെയ്യേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കും. അത് മാത്രമല്ല, വിജയ് തമിഴ്നാട് ഇലക്ഷനിൽ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ കുറെ വിദേശികളായിട്ടുള്ള തമിഴ്നാട്ടുകാർ എന്താക്കിയെന്ന് അറിയോ, ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ തുടങ്ങി. അത് UK-യിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്ന കുറെ തമിഴ്മാർ എന്താക്കിയെന്ന് അറിയോ, സ്വന്തം ചെലവിൽ ഫ്ലൈറ്റ് പിടിച്ച് വന്ന് വിജയ്ക്ക് വോട്ട് കൊടുത്തു. ആ ലെവലിൽ വരെ കുറെ പണികൾ നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല കുറെ കന്നി വോട്ടുള്ള ആൾക്കാർ എന്താക്കിയെന്ന് അറിയോ, ഫുള്ളും വിജയ്ക്ക് അങ്ങോട്ട് വോട്ട് ചെയ്തു. ഇതൊക്കെ വിജയുടെ വിജയത്തെ സ്വാധീനിച്ച മറ്റു പല ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വിജയ്ക്ക് തമിഴ്നാട് ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ട്. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തമിഴ്നാട്ടിൽ വിജയ് നേടിയിട്ടുള്ളത് 108 സീറ്റുകളാണ്. തമിഴ്നാട്ടിൽ ആകെയുള്ളത് 234 സീറ്റുകളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പാർട്ടി തമിഴ്നാട് ഭരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ആ പാർട്ടിക്ക് 118 സീറ്റ് കിട്ടണം. എന്നാൽ മാത്രമേ ആ പാർട്ടിയിലുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റത്തുള്ളൂ. വിജയെ സംബന്ധിച്ചിടത്തോളം ആകെ ഇപ്പൊ കിട്ടിയത് 108 സീറ്റുകളാണ്. അതായത് തമിഴ്നാട് ഭരിക്കണമെന്നുണ്ടെങ്കിൽ 10 സീറ്റിന്റെ കുറവുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വിജയ് എന്ത് ചെയ്യണം, മറ്റുള്ള പാർട്ടികളുമായി സഖ്യകക്ഷി രൂപീകരിക്കണം. അതിന് വിജയ്ക്ക് മുന്നിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ സ്റ്റാൻഡിലെ പാർട്ടി ആയിട്ടുള്ള DMK-യുമായി സഖ്യകക്ഷി രൂപീകരിക്കുക, അതുവഴി വിജയ്ക്ക് ഭരണത്തിൽ വരാൻ പറ്റും. പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. കാരണം തന്നെ മുഖ്യ ശത്രുവായിട്ട് DMK ഓൾറെഡി വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. പ്രത്യേകിച്ച് സ്റ്റാലിനെ തന്നെ മുഖ്യ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പിന്നെ മുന്നിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ADMK-യുമായിട്ട് സഖ്യകക്ഷി രൂപീകരിക്കുക എന്നുള്ളതാണ്. ADMK എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാലോ, BJP പാർട്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ്. തമിഴ്നാട്ടിൽ BJP ഒറ്റക്കല്ലേ നിൽക്കുന്നത്, ADMK-യുമായിട്ട് കൂടി ചേർന്നാണ് നിൽക്കുന്നത്. എന്തായാലും വിജയ് നയിക്കുന്ന TMK ഭരണം കിട്ടാൻ വേണ്ടി ADMK-യിലേക്ക് ലയിക്കാനുള്ള സാധ്യത നമുക്ക് ഇവിടെ തള്ളിക്കളയാനാവില്ല. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ വിജയ് മുമ്പ് ADMK-യിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ അമിത്ഷാ വരെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് കുറെയൊക്കെ അങ്ങോട്ട് സക്സസ് ആയി വരുന്നതിന്റെ ഇടയ്ക്കാണ് ചില ഈഗോ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നത്. കാരണം വിജയ് ADMK-യിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ തലപ്പത്ത് വിജയ് ഇരുത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും അവിടെ തലപ്പത്ത് ഇരിക്കുന്ന പല നേതാക്കന്മാർക്കും താഴെ ഇറങ്ങേണ്ടി വരും. അതൊരിക്കലും ആ നേതാക്കന്മാർ ആഗ്രഹിക്കില്ലല്ലോ. അങ്ങനെ അവർ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതോടെ വിജയ് ADMK-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവിടെ വിഫലമാവുകയായിരുന്നു. ഇനി വീണ്ടും ADMK
ADMK ഭരണം പിടിക്കാൻ വേണ്ടി വിജയെ കൂട്ടിപ്പിടിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും അങ്ങനെ കൂട്ടിപ്പിടിച്ചാലും വിജയ് തന്നെ ആയിരിക്കും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരിക. അപ്പൊ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് DMK-യുമായി സഖ്യകക്ഷി രൂപീകരിക്കുക, അത് അസംഭവമായിട്ടുള്ള ഒന്നാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ADMK-യുമായിട്ട് സഖ്യകക്ഷി രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാനാവില്ല. ഇനി മൂന്നാമതുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മറ്റു ചില പാർട്ടികൾക്ക് കുറച്ച് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 5 സീറ്റ്, PMK എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിക്ക് 4 സീറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റ്, പിന്നെ CPI-ന് 2 സീറ്റ്. ഇതിലിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും PMK-യുമായി IML-ഉമായിട്ടും ഒരു സഖ്യകക്ഷി രൂപീകരിക്കാൻ പറ്റും. അങ്ങനെ രൂപീകരിച്ചാൽ തന്നെ ഒരു 11 സീറ്റ് അവിടെ കിട്ടിയില്ല. ഇതും വിജയിന് മുന്നിലുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ 3 പാർട്ടികൾ യെസ് പറയണം. ADMK ആകുമ്പോൾ ഒരൊറ്റ പാർട്ടി യെസ് പറഞ്ഞാൽ മതി. എന്തായാലും വിജയ് എന്ത് തീരുമാനത്തിൽ എത്തുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ADMK-യിൽ ലയിക്കുമോ അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 പാർട്ടികൾ ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് അവിടെ ലയിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും വിജയ് എന്ത് തീരുമാനം എടുക്കുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. തീരുമാനം എന്തായാലും അത് മുന്നോട്ട് വളരെ നിർണായകമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനി എന്ത് തന്നെയായാലും വിജയ് തന്നെ ആയിരിക്കും വരും കാലങ്ങളിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഏത് പാർട്ടിയുമായി സഖ്യകക്ഷി രൂപീകരിച്ചിട്ടായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇനി അങ്ങോട്ടുള്ള ഫേസ് ആണ് വിജയുടെ യഥാർത്ഥ ഫേസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ഒരുപാട് ദുർഘടമായിരിക്കും വിജയ്ക്ക് കാര്യങ്ങൾ. കാരണം ഒരു നാടിന്റെ മുഖ്യമന്ത്രി ആകാൻ പോവാണ്. അത്ര എളുപ്പമുള്ള കാര്യമില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം പറയാൻ മാത്രം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലും ആ മനുഷ്യനില്ല. ഈ മനുഷ്യൻ മര്യാദയ്ക്ക് ഒരു MLA ആയിട്ടില്ല, ഒരു MP ആയിട്ടില്ല, ഒന്നും വേണ്ട, നിയമസഭയിലൊന്നും പോയി ഇരുന്നിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരാൾ ജീവിതത്തിൽ ആദ്യമായി എൻ്റർ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ്, നിയമസഭയിലേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പൊളിറ്റിക്സിൽ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെയായിരിക്കും തമിഴ്നാട്ടിനെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. നാട് ഭരിച്ച് കുട്ടിച്ചോറാക്കുമോ അതോ നാട് ഭരിച്ച് നന്നാക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പിന്നെ തൊട്ടു മുമ്പ് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തതും നമ്മൾ കണ്ടു അല്ലേ. ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറുമോ എന്നുള്ളത് കണ്ടറിയാം. ഇനി നിറവേറിയാൽ തന്നെ അത് തമിഴ്നാടിനെ സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും ഇനി അങ്ങോട്ട് വിജയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതെങ്ങനെ വിജയ് ഫേസ് ചെയ്യുന്നുള്ളതിലാണ് കാര്യം. മാത്രവുമല്ല ഇതുവരെ വിജയ് സിനിമയിൽ അഭിനയിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് വിജയ് പറയുന്നതാണ് വേദവാക്യം അല്ലേ. വിജയ് ഒരു സിനിമാ സെറ്റിലേക്ക് കയറി വരുന്ന സമയത്ത് വിജയ് എന്താണോ പറയുന്നത് അതാണ് അവിടുത്തെ റൂള്. കാരണം മൂപ്പര് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. മൂപ്പര് പറയുന്നതിനനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ നീക്കുക. പക്ഷെ അതുപോലെ ആയിരിക്കില്ല നിയമസഭയിലെ കാര്യങ്ങൾ. അവിടെ എങ്ങനെ വിജയ് അടിച്ചിടാം എന്നുള്ളതായിരിക്കും ചുറ്റുമുള്ള മറ്റുള്ള രാഷ്ട്രീയക്കാർ ചിന്തിക്കുക. അതിനുള്ള കരുക്കൾ അവർ നീക്കുകയും ചെയ്യും. അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ നല്ല പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക തന്നെ വേണം. വിജയ്ക്കാണെങ്കിൽ അതില്ലതാനും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി അങ്ങോട്ടാണ് വിജയ്ക്ക് യഥാർത്ഥ പരീക്ഷണം കിടക്കുന്നത് എന്നുള്ളത്. എന്തായാലും കണ്ടു തന്നെ അറിയാം വിജയ് എങ്ങനെ തമിഴ്നാട് ഭരിക്കും എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയുമാണ് തമിഴ്നാട്ടിൽ വിജയുടെ വിജയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.